നമ്മുടെ നമ്മുടെ ചിറയിൽ ഗാർഡൻസിലാണ്. നമ്മുടെ ചിറയിൽ ഗാർഡൻസിലെ ഉൽപ്പാദിപ്പിച്ച മാവിൻ തൈകളുള്ളത് സിന്ദൂരം എന്ന് പറയുന്ന തൈയാണ് വരുന്നത്. സിന്ദൂരം കാണാമല്ലോ അല്ലേ? ഏകദേശം തൈ ഇപ്പം 10-14 കവറിൽ വരുന്ന തൈയാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പം നല്ലൊരു പ്ലാന്റിങ് സീസണാണല്ലോ. സിന്ദൂരം മാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പൊടിയുള്ള നല്ല മാങ്ങയാണ്. നല്ല എക്സ്ട്രീം ഫ്ലേവറിലുള്ള ടേസ്റ്റുള്ള മാങ്ങയാണ്. നമ്മളായിട്ട് നല്ലപോലെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നൊരു മാങ്ങ തന്നെയാണ്. നല്ല വിളവ് തരുന്ന മാങ്ങയാണ്. ഇത് നമ്മളിവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച തൈകളാണ്. സിന്ദൂരം അത്യാവശ്യം നല്ല സ്റ്റോക്ക് സിന്ദൂരം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം പ്ലാന്റിങ്ങിൻ്റെ ടൈം ആയതുകൊണ്ട് ആളുകൾ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇത് വലിയ ബുഷായിട്ടുള്ള ഇപ്പം കണ്ടില്ല, അതുപോലെ ബുഷായിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ കൊണ്ടോട്ടി ചെറിയ ഗാർഡൻസ് വന്നാൽ ഇതിൽ തൈകൾ ലഭിക്കും. പിന്നെ നിങ്ങൾ കൊണ്ടുപോയി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നിങ്ങൾക്കറിയാം, എല്ലാത്തിനും ഒരു ഗ്യാസ് ജോയിൻ്റ് ഉണ്ടാവും. മണ്ണിൻ്റെ സമയത്ത് എപ്പോഴും ജോയിൻറ്റിൽ മൂടാത്ത രീതിയിൽ ഇതിന് താഴത്തോട്ട് മണ്ണിടാൻ ശ്രമിക്കുക. പിന്നെ 2-2.5 അടിയുടെ നീളം വീതിയത്തിൽ കുഴി എടുത്തിട്ട് കഴിയുമെങ്കിൽ കുഴിയിൽ ഡോളമൈറ്റ് ഒരു 1/2 കിലോ മുതൽ 1 കിലോ വരെ വലിയ മണ്ണിൻ്റെ അമ്ലതനുസരിച്ച് ഇട്ടത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 4-5 ദിവസം ഒരാഴ്ചയ്ക്ക് ശേഷം കുറച്ച് വളപ്പൊടിയും കുറച്ച് വേപ്പ് മുണ്ണാക്കും വെല്ലുപൊടിയോ അല്ലെങ്കിൽ രാജ്ഫോസ് ഏതെങ്കിലുമൊക്കെ ഒന്ന് മിക്സാക്കി ചേർത്ത് ആ കുഴി ഒന്ന് മൂടി അതിലൊരു ചെറിയ കുഴി എടുത്തിട്ട് ആ കുഴിയിൽ വേണം മാവ് നടാൻ. എന്നിട്ട് അതിലേക്ക് വെള്ളം കയറാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റൗണ്ടിങ് കുറച്ചൊന്ന് എന്താ പറയുക, മാവിനെ ഒരടി ഒന്ന് പൊക്കി വെച്ച ശേഷം വേണം ചെയ്യാൻ. അതിനൊപ്പം തന്നെ പൊക്കുമ്പം ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ബഡിൻ്റെ മുകളിലേക്ക് മണ്ണ് പോകാതെ ശ്രദ്ധിക്കും വേണം. പിന്നെ നല്ല കാറ്റ് ഒക്കെ വരാനുള്ളതാണ് ഇനി അങ്ങോട്ട്. അപ്പം നല്ലൊരു വടി തറി അടിച്ച് കൊടുത്തിട്ട് ഒരു സപ്പോർട്ടിന് കെട്ടി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്തിട്ട് നടുന്നതാണ് ഏറ്റവും സേഫ്റ്റി. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ നടണം. എന്നാലും മഴയത്ത് നടാതെ, നല്ല മഴയുള്ളപ്പോൾ നടാതിരിക്കുക. മഴയ്ക്ക് മുന്നോട്ട് നട്ട് തീർക്കണം. കാരണം നല്ല മഴയത്ത് വന്നാൽ ചിലപ്പം വേര് വെള്ളത്തിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. മഴയ്ക്ക് മുന്നോട്ട് നട്ട് വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും മഴക്കാലത്തേക്ക് നല്ലൊരു വളർച്ച തൈന് വരും. പിന്നെ മഴ കഴിഞ്ഞ് ചിലപ്പം ഒന്ന് നല്ല വളർച്ച വരും. പിന്നെ ബാക്കി 2ാം വളം രീതിയിൽ സെപ്റ്റംബറിലേക്ക് അടുത്ത് വളം കൊടുത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ കുറച്ച് രാസവളങ്ങൾ കൂടി കൊടുക്കുകയാണെങ്കിൽ തൈ നല്ലൊരു വളർച്ച കാണിക്കുന്നത്. രാസവളം നമുക്ക് 20-20 അതുപോലെ തന്നെ കുറച്ച് പൊട്ടാഷ്യം ആദ്യഘട്ടങ്ങളിൽ തന്നെ കൊടുത്ത് വരികയാണെങ്കിൽ തൈ അതിൻ്റെതായ ഒരു റെസിസ്റ്റൻസും കാര്യങ്ങളും കായ്ഫലുണ്ടാകുന്ന ടെൻഡൻസിയൊക്കെ അതിന് കൂടി വരും. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ സമ്പൂർണ്ണ പോലത്തെ അനക്ക വളങ്ങളൊക്കെ കിട്ടും. ഒരു 10 ഗ്രാം ലിറ്ററിലേക്ക് കിട്ടിയിട്ട് ഓരോ മാസം ഒരു സ്പ്രേ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള മൈക്രോന്യൂട്രിയൻസിൻ്റെ ബാലൻസിങ് കൂടി നടന്നു പോകുമ്പം നേരത്തെ കായ്ക്കും. നല്ല കായ് മറ്റേതെല്ലാവരും വരെ കൊണ്ടുവച്ച് കായ്ക്കുന്നില്ല. ഈ രാസവളം ഏതൊക്കെ അളവിലാണ് ചെയ്യുന്നത്? രാസവളം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അതിപ്പോൾ തുടക്കകാലങ്ങളിലൊക്കെ നമ്മളൊരു 100 ഗ്രാമിൻ്റെ ചോടയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ജസ്റ്റ് ഓരോ വർഷം കൂടുന്തോറും അത് 100-150 അങ്ങനെ കുറച്ച് കൂട്ടി കൊണ്ടുവന്നാൽ മതി. ഫസ്റ്റ് ടൈം എപ്പോഴും 100 ഗ്രാമിൻ്റെ ചോടയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. 80 ഗ്രാം 70 ഗ്രാമൊക്കെ തോതിൽ ഒരു അരപ്പിടി രീതിയിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നട്ട ഉടനെ ഒരു അമിത വളം നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ രാസവളം കൊടുക്കുമ്പോൾ മഴയുടെ സമയമാണ് അതിൽ നനക്കാൻ ശ്രമിക്കണം. മഴ നനച്ചാൽ മാത്രമേ വളം പിടിച്ചെടുക്കുള്ളൂ, അല്ലെങ്കിൽ തൈ ചിലപ്പോൾ ദോഷമായി സംഭവിക്കും. അപ്പോൾ ഈ മാവൻ തൈ നടാൻ ഏറ്റവും നല്ല സമയം ഇതാണോ? അതെ, ഇതാണ് ശരിക്കും. നമ്മളിപ്പോൾ ഈ സമയം ഇപ്പോൾ നട്ടുപിടിക്കുന്ന സമയമാണ്. കുറച്ച് മുന്നോട്ടാണെങ്കിൽ നല്ല തന്നെയാണ്. ഏത് തൈകളാകുമ്പോഴും നല്ല മഴയുള്ള സമയം ഒഴിവാക്കുക. ഏറ്റവും നല്ലത് ഒരു മഴയ്ക്ക് മുന്നോട്ടായിട്ടുള്ളൊരു വേനൽ കഴിയുന്നൊരു അവസരം ഉണ്ടല്ലോ, അപ്പോൾ നട്ടിട്ട് നനച്ച് വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ വേറെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാവും പ്ലാവൊക്കെ നടുമ്പോൾ നല്ല തുറസ്സായ നല്ല ലൈറ്റ് ഡേ ലൈറ്റ് കൂടുതൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വേണം നടാൻ. എത്രത്തോളം വെളിച്ചം കിട്ടുന്ന അത്രത്തോളം നല്ല പെർഫോമൻസാണ് ഇതൊക്കെ കാഴ്ചവെക്കും. അപ്പോൾ അതിനനുസരിച്ച് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം തന്നെ നോക്കി നടാൻ ശ്രമിക്കണം. ഈ സിന്ദൂരമാവ് എത്ര കാലം കൊണ്ട് കഴിക്കാം? നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് നമ്മുടെ ശ്രേണിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ പരിപാലിക്കുകയാണെങ്കിൽ 3 വർഷം കഴിക്കുന്ന 3 വർഷം കൊണ്ട് തൈകൾ കഴിക്കും. ഈ പുഴുക്കുത്തൊക്കെ ഉണ്ടാവുമോ ഈ മാങ്ങ? സിന്ദൂരമാവ് ലേറ്റ് മാവ് ആയതുകൊണ്ട് കുറച്ച് അവസാനത്തേക്ക് കുറച്ച് പുഴുക്കുത്തുന്ന സാധ്യതകളുണ്ട്. പക്ഷേ അത് നിങ്ങൾ മരുന്നടിച്ച് ട്രീറ്റ് ചെയ്യുക, അതുപോലെ ബാഗിങ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കഴിക്കുന്നതിന് തന്നെ മുൻകൂറായിട്ട് ആദ്യമേ കൊണ്ടുപോയിട്ട് ബാഗ് ചെയ്ത് വെച്ചാൽ മതി. നെറ്റുകളൊക്കെ വാങ്ങാൻ കിട്ടും. ആ കിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചയുടെ, പക്ഷെ അതൊക്കെ നമ്മൾ കാഴ്ചൻ്റെ ഫിറോമോൺ ട്രാപ്പൊക്കെ വെക്കും. അത് നിങ്ങൾക്ക് വലിയ ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ വെക്കാൻ നല്ലത്. ചെറുതിലേക്ക് വെക്കുകയാണെങ്കിൽ അത്രത്തോളം കുത്തുന്ന നിങ്ങളുടെ അടുത്ത് കാടൊക്കെ ഉള്ള ഏരിയ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെയിലിൽ പറയാൻ കാരണം നല്ല വെയിലുള്ള സ്ഥലത്താണെങ്കിൽ അതൊക്കെ പുഴുക്കുത്ത് കുറയും. ഈ വെയിലില്ലാത്ത നമ്മുടെ കുറച്ചൊരു എന്താ പറയുക തണുത്ത അന്തരീക്ഷമൊക്കെ വരുമ്പോഴാണ് ഈ ഒരു പുഴുക്കുത്തിനും അസുഖങ്ങൾക്ക് സാധ്യത കൂടുന്നത്. അടഞ്ഞ അന്തരീക്ഷം വരുമ്പോൾ അതിലാണെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീരും. പിന്നെ പ്രൂൺ ചെയ്ത് ഉള്ളിലേക്കൊക്കെ എപ്പോഴും പ്രൂൺ ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റ് എപ്പോഴും സെൻറ്ററിലേക്ക് കൂടെ വെളിച്ചം ഇറങ്ങുന്ന രീതിയിൽ ഇപ്പോൾ നടുവിൽ കൊമ്പോൾ എപ്പോഴും വെട്ടി ഒഴിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് വെളിച്ചിറങ്ങും. വെളിച്ചിറങ്ങിയാൽ തന്നെ ഒരു അസുഖങ്ങളും കീടങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും വെയിൽ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ഇതല്ലാതെ നമ്മുടെ അടുത്ത് ഒരു 50 വെറൈറ്റീസ് മാങ്ങ വരുന്നുണ്ട്. അൽഫോൺസ്, ഇപ്പം നമ്മുടെ നാടൻ മാങ്ങയായിട്ടുള്ള കോമാങ്ങ, ചന്ദ്രക്കാരൻ, ചേലൻ മുതൽ തുടങ്ങിയിട്ട് ലേറ്റസ്റ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള നാംഡോക്മായി, അതുപോലെ തന്നെ ബനാന, മിയാസാക്കി പോലത്തെ വെസ്റ്റേൺ ഐറ്റംസും, പിന്നെ നമ്മുടെ നോർത്ത് മറ്റു ഭാഗങ്ങളെല്ലാം കാഴ്ചവെക്കുന്ന ഇപ്പം ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും കഴിക്കുന്നത് അൽഫോൺസ, അതുപോലെ തന്നെ അൽഫോൺസോ, പിന്നെ നമ്മുടെ വെങ്ങനപ്പള്ളി, അങ്ങനെ കാലാപ്പാടി പോലത്തെ അങ്ങനത്തെ ഒരുവിധം എല്ലാ ഐറ്റംസും 10-60 ഐറ്റംസും മാവ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.
കൊടുക്കല്? അത് നമ്മൾ ചെറുതൈകൾ നമ്മൾ ഡെലിവറി കൊടുക്കാറുണ്ട്. വലിയ തൈകളാണെങ്കിലും നമ്മളൊരു പെറ്റ് സർവീസ് ഉണ്ട്, അവരനുസരിച്ച് ഡെലിവറി ചെയ്യാറുണ്ട്. കറക്റ്റ് ടൈം നമുക്ക് പറയാൻ കഴിയില്ല. പെറ്റ് സർവീസിൻ്റെ അവൈലബിലിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് വലിയ തൈകളും ഡെലിവറിക്ക് നമ്മുടെ തൈകളുടെ റേറ്റും ഡെലിവറി ചാർജും ചേർത്ത് അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് 85 89 99 30 18 നമ്പറിൽ വിളിക്കാം. അല്ല ഈ അടുത്തുള്ളവരാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് ചിറയിൽ വന്നു കഴിഞ്ഞാൽ ചിറയിൽ നിന്ന് ചിറയക്കാടിലേക്ക് പോകുന്ന വഴിയുണ്ട്. അവിടെ മരിച്ചാൽ എസ്കോള കോളേജിൻ്റെയൊക്കെ നേരെ എതിർവശത്തായിട്ടാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത്. ഞങ്ങൾക്ക് മാപ്പിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഗൂഗിൾ മാപ്പിൽ ചെറിയ അഗ്രോ ഗാർഡൻ അടിച്ചാൽ മതി. ഇപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മുടെ ഇതുകൂടാതെ നമുക്ക് മേലാറ്റൂരും അതേപോലെ നമ്മുടെ കോട്ടക്കൽ കുറുകത്താണി സൈഡിലും പിന്നെ നമുക്ക് വണ്ടൂര് അതിൻ്റെ വണിയമ്പലം സൈഡിൽ നമ്മുടെ പാണ്ടിക്കാട് സൈഡിൽ ആ സൈഡിലൊക്കെ നമുക്ക് നമ്മുടെ നഴ്സറികളുടെ ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. ഇതുകൂടാതെ നമ്മുടെ തൈകൾ നഴ്സറികളും ലഭിക്കും. നഴ്സറിയിൽ പോയിട്ട് ചെറിയലിൻ്റെ ടൈം എന്ന് ചോദിച്ചാൽ മതി. അതിൻ്റെ ടാഗുള്ള തൈകൾ ഇതാക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ നമ്മൾ ഗ്യാരണ്ടി കൂടി കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടാഗും അതുപോലെ തന്നെ നമ്മുടെ വലിയൊരു മെൻഷൻ ചെയ്തിരുന്നുണ്ടെങ്കിൽ നമ്മുടെ തൈയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പരിപാലിച്ചിട്ടും ഒന്നും ആയില്ലാണ്ടെങ്കിൽ നമ്മളതിൻ്റെ റീഫണ്ടും കാര്യങ്ങളും അതിന് ചിലവായ എക്സ്ട്രാ എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൈൻ്റെ വിലക്ക് പുറമെ അതിന് ചിലവായ പൈസ കൊണ്ട് നമ്മളിവിടെ തരും. ഇത്ര ഗ്യാരണ്ടി കൊടുക്കുന്നു. നമ്മൾ ഡബിൾ ഗ്യാരണ്ടി നല്ല രീതിയിൽ നമ്മൾ കൊടുത്തു പോകുന്നുണ്ട്.